ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പാവയ്ക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ പാവയ്ക്ക കൊത്തിയരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് പാത്രം അടച്ചു വെച്ച് ഈ പാവയ്ക്ക അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട. പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പാവയ്ക്ക നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേറൊന്നുമല്ല, 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പില, 3 വറ്റൽമുളക് എന്നിവ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ചതച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ അരപ്പിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം. അരപ്പിന്റെ പച്ചമണം മാറിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള പാവയ്ക്ക തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് കാണുവാനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.